പിന്നെ അല്ല, ഒരുപാട് പേര് തിരക്കുന്നതാണ് കേട്ടോ. മാമ്പഴത്തിൻ്റെ, അതായത് വലിയ മരത്തിൻ്റെ താഴെ അടിയിലിരുന്ന് ഒന്ന് ഉറങ്ങണം, അല്ലെങ്കിൽ ഒന്ന് കിടക്കണം, ചൂടൊക്കെ അല്ലേ. അങ്ങനെ താണ്ടെ നമ്മളെ മാസ്റ്റർ പീസ് സാധനം താണ്ടെ ചക്കയോട് കൂടിയിട്ടുള്ള പ്ലാവ്, താണ്ടെ വലിയ ചക്കയോട് കൂടിയിട്ടുള്ള 1, താണ്ടെ 2, അത് താണ്ടെ 3, അത് താണ്ടെ 4, താണ്ടെ പ്ലാവിലൊരു റംബൂട്ടാൻ കായിരിക്കും നോക്കിയ ഒരു രക്ഷ. താണ്ടെ നല്ല അടിപൊളി ചക്കയോട് കൂടിയിട്ടുള്ള പ്ലാവ് തിരക്കി കിടക്കുന്നവരാണ്. അന്നേരം താണ്ടെ നല്ല അടിപൊളി ഒരു ലോഡ് വലിയ മരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് താണ്ടെ ഫുള്ള് പ്ലാവ്. ഇതേപോലെ സുഹൃത്തുക്കളെ താണ്ടെ അബിയു കേട്ടോ, അബി ഒരു മരം ഒടിഞ്ഞതാ, ഒരു മരം ഒടിഞ്ഞെടുത്തതാ. നമ്മളെ തോളയിലടിക്കുന്ന നമുക്ക് കാണണ്ട് താണ്ടെ. അയ്യവാ താണ്ടെ താണ്ടെ 2 വലിയ മരങ്ങൾ കേട്ടോ, നല്ല അടിപൊളി 2 വലിയ മരങ്ങൾ താണ്ടെ. അബിയുവിൻ്റെ വലിയ മരങ്ങൾ തിരക്കി കിടക്കുന്നവർക്ക് താണ്ടെ നേരെ ഇനി വന്നാലും നല്ല അടിപൊളി മരങ്ങൾ കേട്ടോ. ഇങ്ങോട്ടാ വാ 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 വാ. ലഹരിക്കെതിരെ പിള്ളേരൊക്കെ വളർന്നു വരുന്ന പിള്ളേർക്ക് കുറേ മരങ്ങളുമൊക്കെ കൊടുത്ത് അവരെ അതിനൊക്കെ ഒന്ന് ശീലിപ്പിച്ചെടുത്ത് കൃഷിയിലേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ സമാധാനമായിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം. അന്നേരം നമുക്ക് കണ്ട ഒരു ലോഡ് മരങ്ങൾ വന്നിട്ടുണ്ട്. അമ്മ എങ്ങനെയുണ്ടമ്മ, ഇഷ്ടപ്പെട്ടാ? മാവുണ്ട്, പ്ലാവുണ്ട്, കുടംപുളിയുണ്ട്, എല്ലാം 1.5-2 വർഷം കൊണ്ട് കായ്ച്ചു പിടിച്ച് കിടക്കുന്നതാ. ആർക്ക് വേണമെങ്കിൽ ആശ്രാമം മൈതാനത്തൊന്ന് വാങ്ങാം. അമ്മ ഇവിടെ ലോട്ടറി ഒക്കെ അമ്മ തുച്ഛമായ വിലയേ ഉള്ളൂ. അതെ അമ്മ 2 ലോട്ടറി എനിക്ക് വേണം കേട്ടോ. അന്നേരം താണ്ടെ നമുക്ക് താണ്ടെ ചക്കയുള്ള പ്ലാവ്, ഞാൻ അടുത്ത് വന്നിതാണ്ട് ചക്കയുള്ള പ്ലാവ്, അതേപോലെ താണ്ടെ കുടംപുളി, ചെറുതിലേ കായ്ക്കുന്ന കുടംപുളി, അതേപോലെ വലിയ സൈസിൽ വരുന്നതാണ്. താണ്ടെ ഇഷ്ടം പോലെ കായോടുകൂടിയുള്ള അതിൻ്റെ തൈ വേണ്ടവർക്ക് തൈ ഉണ്ട്. ഇതുമ്പോൾ മദർ പ്ലാന്റ് ആണ്. അതിന് താണ്ടെ കലപ്പാടി മാവ്, കോട്ടുകോണം മാവ്, വലിയ മരങ്ങൾ, അതിലെ ചക്കയോട് കൂടിയിട്ടുള്ള പ്ലാവ് താണ്ടെ ചക്കയോട് കൂടിയിട്ട്. അതെ അതെ അതെ, മൈതാനം വന്നു കഴിഞ്ഞാൽ അടിപൊളി. ഇതൊക്കെയാണ് സ്നേഹം എന്ന് പറയുന്നത് കേട്ടോ, അല്ലേ അമ്മ? എത്ര കൊല്ലം കൊണ്ട് നമ്മൾ കാണുന്നുണ്ടമ്മ? 10-15 കൊല്ലം കൊണ്ട് അമ്മ ഇവിടെ വരുന്നത്. നമ്മൾ ഇവിടുന്ന് അല്ലേ ചെടിയൊക്കെ മേടിക്കാറുണ്ട്, റോസാ ചെടിയൊക്കെ മേടിക്കാറുണ്ട്. അമ്മ എനിക്കൊരു കുഞ്ഞു മുന്തിരി തൈ തന്നു ഇവിടുന്ന്, ഞാൻ കൊണ്ടുവച്ച് അതിപ്പോ എന്തോ കായ്ക്കാറായി. ഒരെണ്ണവേ തന്നോളൂ, അത് ചെറുതായിരുന്നു. ഞാൻ കൊണ്ടുവച്ച് സാധാ വെള്ളം ഒഴിച്ചതേ ഉള്ളൂ, വളവോ ഒന്നും ഇട്ടിട്ടില്ല. അത് കണ്ട് ഫലം പിടിക്കാറായി. സന്തോഷം. ഇത് ഞാൻ ഇപ്പോഴാണ് അറിയുന്ന കേട്ടോ, ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. സന്തോഷം 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 സന്തോഷം. ഇനി എന്താ അന്നേരം നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. അന്നേരം അതൊന്ന് ഓർക്കുക. അന്നേരം താണ്ട് ഇതേപോലുള്ള മരങ്ങളിലൊക്കെ വഴിച്ച് വളർത്താനും കൃഷിയിലേക്കൊക്കെ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓക്കെ, ഈ 5 ലോട്ടറി അമ്മയുടെ ഉണ്ടായിരുന്നു, അത് ഇത്രയും നമ്മൾ ഇനി എടുക്കുക കേട്ടോ. സഹായം ഒന്നും ഇല്ലമ്മ, ഇത് കാണുമ്പോൾ ഒരു സന്തോഷമില്ല. നമ്മൾ ചത്ത് കഴിഞ്ഞിട്ട് വല്ലതും കൊണ്ടുപോകുമോ? ഒരു ഭയം കൊണ്ടുപോകില്ല, ഇവിടെ കളയാൻ തന്നെ പോകാം. പക്ഷേ ഇതിനകത്ത് നമുക്ക് ലോട്ടറി അടിക്കും. കാര്യം അമ്മയുടെ ഒരുപാട് ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കും കേട്ടോ. അന്നേരം എടുക്കുമ്പോഴത്തേക്ക് എല്ലാം 5000 ഒക്കെ അടിക്കാറുണ്ട്. അതിനാ സമയം പോലെ. ഇത് 5 അല്ലേ, അതിരിക്കട്ടെ അമ്മയ്ക്ക് കൈ വെച്ചോ. പോകുന്ന വഴിക്ക് പൊറോട്ട ഇറച്ചി മേടിച്ച് കഴിക്കണം. ഓക്കെ, ഇത് മേടിക്കട്ടെ. ഓക്കെ, ടാറ്റ, ബൈ ബൈ. അങ്ങനെ സുഹൃത്തുക്കളെ താണ്ടെ നമുക്കിപ്പം പ്ലാവ്, താണ്ടെ കുടംപുളി നിറച്ച് കായ്ച്ചു കിടക്കുന്ന കുടംപുളി, അതുപോലെ തന്നെ താണ്ടെ കലപ്പാടി മാവ്, അതേപോലെ തന്നെ അകത്തോട്ട് ഇരിപ്പുണ്ട്. ചൈനീസ് ഓറഞ്ച് ഇന്ത്യ മോനെ, ചൈനീസ് ഓറഞ്ച്. ആ ചൈനീസ് ഓറഞ്ച് കൂടി എടുത്ത് നല്ല അടിപൊളി ചൈനീസ് ഓറഞ്ച്. താണ്ടെ മരങ്ങളാണ്, വലിയ മരങ്ങൾ. താണ്ടെ നാംഡോക്ക് മൈ മാവ്, താണ്ടെ ചൈനീസ് ഓറഞ്ച് അകത്തോട്ട് കൊണ്ടുവന്ന് താണ്ടെ അകത്തുനിന്ന് ഇറങ്ങുന്നതാണ്. നിറച്ച് കായോട് കൂടിയുള്ള തൈ വേണ്ടവർക്ക് തൈയും, വലിയ പ്ലാന്റ് വേണ്ടവർക്ക് വലിയ പ്ലാന്റ് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് സമയം പോലെ വന്നു കഴിഞ്ഞാൽ വാങ്ങാം. താണ്ടെ ചക്കയുള്ള പ്ലാവിനകത്തുനിന്ന് ഇപ്പം കിട്ടിയതാണ്. താണ്ടെ പൊടിഞ്ഞു പോയതൊന്നും നമുക്കുള്ളതല്ല. താണ്ടെ ചക്കയുള്ള പ്ലാവ്. താണ്ടെ അടുത്ത കഴിഞ്ഞെടുത്ത് 1 പോയാൽ 2. താണ്ടെ അടുത്ത 2 ചക്കയുള്ള പ്ലാവ്. താണ്ടെ പ്ലാവ് 2 ചക്ക ഇല്ലേ. ചക്ക മേടിക്കുമ്പോൾ പ്ലാവ് ഫ്രീ. അടുത്തതും പോയി. അടിപൊളി. നീ ഇതിന് പറിച്ചെടുക്കാതെ താണ്ടെ 2 ചക്ക കേട്ടോ. താണ്ടെ മരത്തിൽ നിന്ന് ഇപ്പം പറിച്ചതാണ്. താണ്ടെ 2 ചക്ക നമുക്ക് ഇവിടെ ഇരിച്ചേരെ. അങ്ങനെ റംബൂട്ടാനും ഒക്കെ അതുപോലെ പോകുന്നുണ്ട്. ലോഡിനകത്തൊക്കെ വരുന്നില്ലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അട്ടിയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ സംഭവം സ്വാഭാവികമാണ് കേട്ടോ. അന്നേരം താണ്ടെ അടുത്ത ചക്കയുള്ള പ്ലാവ്. താണ്ടെ നോക്കി, ആഹാ അടിപൊളി പ്ലാവേ, നല്ല കലകം പ്ലാവ്. ഇത് ക്വാളിറ്റി തൈ വേണ്ടവർക്ക് തൈയും ഉണ്ട്. ഓക്കെ, താണ്ടെ അടുത്ത ചക്കയുള്ള പ്ലാവുകൾ താണ്ടെ എത്ര എണ്ണം ഇറങ്ങാൻ വേണ്ടി പോകുന്നത് നോക്കിയത്. താണ്ടെ അടുത്ത ചക്കയുള്ള പ്ലാവ്. താണ്ടെ നേരെ ഇഞ്ഞ് പോകുന്നതിന് നല്ല അടിപൊളി മരങ്ങളെ. താണ്ടെ അടുത്ത ചക്കയുള്ള പ്ലാവ്. അടുത്തത് ചക്കയുള്ളത്, വലിയ ചക്കയുള്ളത്. അതുകൊണ്ട് ചക്ക പോലെ പിടിച്ചോണേ അടിയിൽ പിടിച്ചോണേ. അടുത്ത പ്ലാവേ, അടുത്ത ചക്കയുള്ള പ്ലാവ് പതുക്കെ നോക്കിയെടുക്കണം. സേഫ്, പതുക്കെ മതി. ആക്രാന്തം. എനിക്ക് ആക്രാന്തം കൊണ്ടാണ് വീഡിയോ എടുക്കാൻ തരാം. ചക്കയുള്ളത് നിങ്ങളെ കാണിക്കണമെന്നുള്ള ആക്രാന്തം കൊണ്ടാണ്. താണ്ടെ ഒന്നും തോന്നല്ലേ. താണ്ടെ അടുത്ത ചക്കയുള്ള പ്ലാവേ, അടുത്ത ചക്കയുള്ളത്. അടുത്തെടുത്തോ. അതുകൊണ്ട് അടുത്തതെടുത്തോ. ഇത് ഒട്ടിച്ച് വെച്ചേക്കുന്നൊന്നും അല്ല ഭായി, ഒന്നും ഒട്ടിച്ച് വെച്ചേക്കുന്ന പ്ലാവൊന്നും അല്ല, ചക്കയൊന്നും അല്ല. നല്ല അടിപൊളി ചക്കയുള്ള. അടുത്തോ അത് പോയാ പോയതൊന്നും നമുക്കുള്ളതല്ല. താണ്ടെ അടുത്ത പ്ലാവേ. താണ്ടെ അടുത്ത പ്ലാവേ, നല്ല അടിപൊളി പ്ലാവ് കൊണ്ടുവന്നേക്ക്. കെട്ടിയങ്ങ് നിർത്തിക്കോ. താണ്ടെ നാംഡോക്ക് മൈ മാവേ, നല്ല അടിപൊളി നാംഡോക്ക് മൈ മാവ്, വലിയ പ്ലാന്റ്, കായോട് കൂടിയിട്ടുള്ള പ്ലാന്റ്. താണ്ടെ സമയം പോലെ ആശ്രമം മൈതാനാണ് വന്ന് ലൊക്കേഷൻ. കുമാർ നഴ്സറി ബോർഡുണ്ട്, വന്നു കഴിഞ്ഞാൽ വാങ്ങാവുന്നതാണ് കേട്ടോ. താണ്ടെ നാംഡോക്ക് മൈ മാവിൻ്റെ വലിയ മരം കേട്ടോ. താണ്ടെ നാംഡോക്ക് മൈ 2 മാങ്ങ. താണ്ടെ മാങ്ങ പോവാതെ തന്നെ സേഫായിട്ട് കൊണ്ടുവന്നാണ്ട് ഇറക്കുന്നതാണ്. നല്ല വലിയ മരം കേട്ടോ.
നാട്ടെ സെറ്റ് മരം 2 മാമ്പഴം കയ്യിൽ തൂങ്ങിക്കൊണ്ട് പോകുന്ന നോക്കി. അതുകൊണ്ട് ചക്ക ആ സൈഡിൽ കാഴ്ച കിടക്കുന്നത് താണ്ടെ നാംഡോക്മായി മാവ് താണ്ടെ കൊണ്ടുവന്ന് താണ്ടെ ഇവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ വന്ന് അതായത് മാങ്ങ പിടിച്ച് കിടക്കുന്ന മരം, നല്ല അടിപൊളി മരം. താണ്ടെ സെറ്റ് ഒന്ന് അഴിച്ചൊക്കെ വിട്ടേ, അല്ലേ നമ്മൾ കെട്ടി വെച്ചേക്കുന്ന ആരെങ്കിലും പറഞ്ഞാലാ. അതാണ്ടെ കണ്ടോ ഇതിനകത്ത് താണ്ടെ അടിപൊളി മാമ്പഴം പിടിച്ച് നാംഡോക്മായി മാവേ വലിയ മരം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് സമയം പോലെ വന്നു കഴിഞ്ഞാൽ വാങ്ങാവുന്നതാണ്. തീരുന്നതിന് മുമ്പ് വന്ന് വാങ്ങിക്കും. ആരാണ് ആ ഭാഗ്യവാൻ അല്ലേ? ലേശം അകത്തോട്ട് കിട്ടില്ല, ഇല്ലെങ്കിൽ ആരെങ്കിലും കൈയിട്ട് പറിച്ചുകൊണ്ട് കണ്ടോ നല്ല അടിപൊളി മാമ്പഴം വെസ്റ്റോട് ചെയ്ത്. ഇത് മാമ്പഴം വെസ്റ്റോട് ചെയ്ത് നോക്കി നല്ല മാങ്ങ പിടിച്ച നാംഡോക്മായി ഇനിയുണ്ട്, ഇഷ്ടംപോലെ ഇറക്കാറുണ്ട്. അതുകൊണ്ട് ചക്ക വെസ്റ്റോട് ചെയ്ത് ആണ്ടേ അടുത്ത പ്ലാന്റുകളൊക്കെ ഇറങ്ങാറുണ്ട്. ഇനി ഇതുകൊണ്ട് വലിയ ബ്രൂണോ കിങ് ഇതാണ്ട് ബ്ലാക്ക് ആൻഡ് റോസ് മാവിൻ്റെ വലിയ മരം. അതേപോലെ തന്നെ അതും അടുത്ത ബ്ലാക്ക് ആൻഡ് റോസിൻ്റെ വലിയ മരം. അതിൽ ഇതാണ്ട് ബ്രൂണോ കിങ് ഏറ്റവും വലിയ മാവ്, ഏറ്റവും വലിയ മാങ്ങ. നാംഡോക്മായി ഇപ്പുറത്തെ സൈഡിൽ വലിയ മരം, അതും മാങ്ങയോട് കൂടിയിട്ടുള്ളത്. തീരും മുമ്പ് വന്നു കഴിഞ്ഞാൽ വാങ്ങാവുന്നതാണ്. ഓക്കെ, മാങ്ങ പോലെ നാട്ടെ വണ്ടിക്കകത്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ മരങ്ങൾ നമുക്ക് അവിടെ വരെ ഭയങ്കര അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വലിയ മരമാണ്. അതിന് താണ്ടെ ഇതിനെ നമ്മൾ കൊണ്ടുപോയി അപ്പുറത്തെ സൈഡിലോട്ട് ഇറക്കി വെക്കാൻ വേണ്ടി പോവാണേ. അടുത്ത വലിയ ബ്ലാക്ക് ആൻഡ് റോസ് മാവേ താണ്ടെ വലിയ മരം. അടുത്ത ബ്ലാക്ക് ആൻഡ് റോസ് മാവിൻ്റെ വലിയ മരം നമ്മൾ ഇറക്കുന്നതാണ്. നോക്കി താണ്ടെ ഇവിടെ സേഫ് ആയിട്ട് താണ്ടെ 10, 12 അടി 13 അടി 14 അടിയൊക്കെ പൊക്കം വരുന്ന രീതിയിലുള്ള വലിയ മരമാണ്. താണ്ടെ നോക്കി മാവിൻ്റെ സൈസ് നോക്കി, നല്ല ഹെൽത്തി പ്ലാന്റ്, ഹെവി ഐറ്റം. മാത്രമല്ല നല്ല അടിപൊളി മാങ്ങ, നല്ല അടിപൊളി മാങ്ങയാണ്. അതിന് സമയം പോലെ വന്നു കഴിഞ്ഞാൽ വാങ്ങാം. ആശ്രാമം മൈതാനത്താണ് ലൊക്കേഷൻ വന്നിട്ട്. അതേപോലെ തന്നെ ചക്കയുള്ള പ്ലാവൊക്കെ നിരന്നിരിക്കുന്ന നോക്കി, നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന നോക്കി, നല്ല കിടുക്കാച്ചി പ്ലാന്റ് താണ്ടെ ഇപ്പം കൊണ്ടുവന്ന് ഇറക്കി വെച്ചേക്കുന്നതാണ്. ഇതാ നല്ല അടിപൊളി ചക്കയോട് കൂടിയിട്ടുള്ള പ്ലാവ്. തൈ വേണ്ടവർക്ക് തൈ പ്രത്യേകം ഇരിപ്പുണ്ട്, വലുത് വേണ്ടവർക്ക് വലിയ ചക്കയോട് കൂടിയിട്ടുള്ള വലിയ കവറിലുള്ള പ്ലാന്റ് വേണ്ടവർക്ക് നേരെ വന്നാൽ മതി. അടിപൊളി ചക്കയുള്ള പ്ലാവ് വാങ്ങിയിട്ട് പോകാം. ഓക്കെ, താണ്ടെ വലിയ മരങ്ങൾ തിരക്കി കിടക്കുന്നവർക്ക് താണ്ടെ വലിയ മരങ്ങൾ താണ്ടെ നാംഡോക്മായി മാങ്ങ പിടിച്ചതാണ്. നല്ല അടിപൊളി മാങ്ങ പിടിച്ച് നാംഡോക്മായി വെറൈറ്റി മാവ്, അതേപോലെ തന്നെ ബ്രൂണോ കിങ് മാവ്, അതേപോലെ തന്നെ താണ്ടെ എന്താ പറയുക ബ്ലാക്ക് ആൻഡ് റോസ് മാവിൻ്റെ വലിയ മരം. അടിപൊളി മാങ്ങയാണ്. അതിന് താണ്ടെ വലിയ മരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഇതും കൂടെ നമുക്കൊന്ന് ഇറക്കിയാൽ അതിനെ കൂടിങ്ങി പോയോ നല്ല അടിപൊളി പ്ലാന്റുകൾ. മാങ്ങയോട് കൂടിയിട്ടുള്ള മാവ്, ചക്കയോട് കൂടിയിട്ടുള്ള പ്ലാവ്. താണ്ടെ ഇത് അടുത്തത് അകത്തോട്ട് കയറി നോക്കിയതുകൊണ്ട് ചക്ക പിടിച്ച് കിടക്കുന്ന നോക്കിയാൽ നല്ല അടിപൊളി ചക്കയോട് കൂടിയിട്ടുള്ള പ്ലാവ്. അകത്തൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതിന് സമയം പോലെ തീരും മുമ്പേ വന്ന അടിപൊളി മരങ്ങൾ വാങ്ങിയിട്ട് പോവാം. ഓക്കെ, പിടിച്ചോ. അയ്യോ കയ്യിൽ നിന്ന് പോലെ പിടിച്ചോ. ഇനി അടുത്ത വലിയ മരം താണ്ടെ നല്ല സെറ്റ് മരം. താണ്ടെ പിടിച്ചോ. അടുത്ത രണ്ട് മരം അടി. അതാണ് നല്ല അടിപൊളി ചക്കയോട് കൂടിയിട്ടുള്ള പ്ലാവ് തിരക്കി കിടക്കുന്നവരാണ്. അന്നേരം താണ്ട് നല്ല അടിപൊളി ഒരു ലോഡ് വലിയ മരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് താണ്ടെ ഫുള്ള് പ്ലാവ് ഇതേപോലെ കാ പിടിച്ച പ്ലാന്റുകൾ ഡ്രമ്മിലൊക്കെ വെക്കാൻ വേണ്ടി തിരക്കി കിടക്കുന്നവരാണെങ്കിൽ കൂടിങ്ങി വന്നേരം അടിപൊളി ഒരു ലോഡ് മരങ്ങൾ കൂടിങ്ങി പിടിച്ചില്ല കേട്ടോ. അന്നേരം താണ്ടെ പൊഴിഞ്ഞു പോയതാ, ഇഷ്ടംപോലെ കായുണ്ടായിരുന്നു. താണ്ടെ എടുത്ത് കളയുക. അതിന് താണ്ടെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാവ്, വലിയ പ്ലാവ്, ചക്കയോട് കൂടിയിട്ടുള്ള പ്ലാവ് തിരക്കി കിടക്കുന്നവരാണെങ്കിൽ നേരെ വന്നേരം തീരും മുമ്പ് വാങ്ങാം. അടിപൊളി പ്ലാന്റ് ഉണ്ട്. തൈ വേണ്ടവർക്ക് തൈയുണ്ട്. ഓക്കെ, അന്നേരം ഇത് ഓരോന്നോരോന്ന് പിടിച്ച് 1, 2, 3 എന്ന് പറഞ്ഞ് പോട്ടെ. ഒന്ന് പോരട്ടെ. ചക്ക അടുത്തത് അതാ ബാക്കി. അകത്തുനിന്ന് അടുത്ത പ്ലാന്റുകൾ ഇറങ്ങിക്കോ. താണ്ടെ വലിയ മരം, ബ്ലാക്ക് ആൻഡ് റോസിന്റെ വലിയ മരം. താണ്ടെ ഏകദേശം വലിയ മരം തിരക്കി കിടക്കുന്നവർക്ക് താണ്ടില്ല സുന്ദരമായ മരമേ താണ്ടെ കൊണ്ടുവന്നേക്കുന്നത്. കൊണ്ടുപോയി ഇറക്കാൻ വേണ്ടി പോവാ. ഏകദേശം ഒരു 10, 12 അടി പൊക്കത്തിൽ നല്ല കിണ്ണം കാച്ചി കിടുക്കാച്ചി മരം കൊണ്ടുവന്നിട്ടുണ്ട്. ആശ്രാമം മൈതാനമാണ് ലൊക്കേഷൻ വന്നിട്ട്. ഇത്തരത്തിലുള്ള മരങ്ങൾ തിരക്കി കിടക്കുന്നവർക്ക് താണ്ടെ ബ്ലാക്ക് ആൻഡ് റോസ് വാങ്ങാം. ബ്ലാക്ക് ആൻഡ് റോസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഏകദേശം 1.25 കിലോ തൂക്കം വരുന്ന 700 ഗ്രാം മുതൽ 1.5 കിലോ തൂക്കം വരെ വരുന്ന വലിയ മാമ്പഴം പിടിക്കുന്ന 1 കിലോ 1.25 കിലോ ഒക്കെ തൂക്കം വരുന്ന വലിയ മരമാണ്. അതിന് താണ്ടെ മരത്തിന് തൻ്റെ മേളിൽ കയറി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ താണ്ടെ സുന്ദരമായ മരം. താണ്ടെ സൈസ് നോക്കിയേ, അടിപൊളിയല്ലേ. താണ്ടെ അതിൻ്റെ മേളിൽ കയറി താണ്ടെ നിൽക്കുന്ന മാങ്ങ പറിക്കത്തക്ക രീതിയിൽ നല്ല മുട്ട മരം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നേരെ വന്നേരം അടിപൊളി മരമാണ് കേട്ടോ. താണ്ടെ സൈസ് നോക്കി ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല. ഇതേപോലത്തെ കുറച്ച് മരങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിയ മരങ്ങളാണ്, അതുകൊണ്ട് അത്രയും പൊങ്ങി ചെയ്യുന്നത് കേട്ടോ. കൂടിങ്ങി മരം. താണ്ടെ J33 വലിയ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റെഡിൻ്റെ വലിയ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വിയന്ന ചക്കയോട് കൂടിയിട്ടുള്ള പ്ലാവിൻ്റെ വലിയ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം താണ്ടെ ഇപ്പം കൊണ്ടുവന്നേക്കുന്ന പ്ലാന്റ് ലോഡിനകത്താണ് കൊണ്ടുവന്നേക്കുന്ന വലിയ മരങ്ങൾ. അതിനകത്താണ്ട് അബിയുവിൻ്റെ പ്ലാന്റൊക്കെ വലിയ പ്ലാന്റ് ഇരിക്കുന്നുണ്ട്. വലിയ അബിയു പ്ലാന്റ് ഇരിപ്പുണ്ട്. താണ്ടെ അടുത്ത ചക്കയുള്ള പ്ലാവ് ഇറങ്ങുന്നുണ്ട്. അടുത്ത റംബൂട്ടാൻ ആശ്രാമം മൈതാനത്ത് കൊണ്ടുവന്നേക്കുന്നത്. താണ്ടെ കായോട് കൂടിയിട്ടുള്ള അടുത്ത മരം കൊണ്ടുപോകുന്നുണ്ടോ. എല്ലാം വലിയ മരമാണ്. താണ്ടെ ഇപ്പം വന്നിരിക്കുന്ന ലോഡിൽ കൊണ്ടുവന്ന ആശ്രാമം മൈതാനത്ത് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന താണ്ടെ ചക്കയുള്ള പ്ലാവ്, റംബൂട്ടാൻ. താണ്ടെ കായുള്ള റംബൂട്ടാൻ. താണ്ടെ അടുത്ത കായുള്ള റംബൂട്ടാൻ.
താണ്ടെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, അടുത്തും കായുള്ള റംബൂട്ടാനെ താണ്ടെ ഇപ്പോൾ ആശ്രാമം മൈതാനത്ത് പറഞ്ഞാൽ ചക്കയുള്ള പ്ലാവ് അല്ല, അടിപൊളി പ്ലാവ് ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. താണ്ടെ ഒരു ലോഡ് വലിയ മരം, ഏറ്റവും വലിയ മരമുണ്ട്, ചെറിയ മരമുണ്ട്. താണ്ടെ കാ പിടിച്ച റംബൂട്ടാൻ എന്നൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി റംബൂട്ടാൻ. താണ്ടെ ഇതെല്ലാം റംബൂട്ടാനാണ്. താണ്ടെ റംബൂട്ടാൻ കാ പിടിച്ച റംബൂട്ടാനൊക്കെ ഇപ്പോൾ ആശ്രാമം മൈതാനത്ത് കൊണ്ടുവന്നേക്കുന്നതാണ്. താണ്ടെ അടുത്ത വന്നേക്കെന്ന് പറഞ്ഞാൽ കിടിലൻ വെറൈറ്റി റംബൂട്ടാനാണ്, കായോട് കൂടിയിട്ടുള്ള പ്ലാന്റ്. ബാബാ കൂടിഞ്ഞു പോയോ. താണ്ടെ കാ പിടിച്ചിരിക്കുന്ന നോക്കി, നല്ല അടിപൊളിയായിട്ട് കാ പിടിച്ചിരിക്കുന്ന റംബൂട്ടാൻ്റെ വലിയ മരങ്ങൾ താണ്ടെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ പ്ലാന്റ്, വലിയ മരം, വലിയ ഡ്രമ്മിലൊക്കെ നിർത്താൻ പറ്റുന്ന, സ്ഥലപരിമിതി ഉള്ളവർക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ മരങ്ങൾ തിരക്കി നടക്കുന്നവർക്ക് താണ്ടെ നോക്കി. അതിന് താത്തേണ്ട ഒന്ന് ചരിച്ച് ആ കായൊക്കെ ഒന്ന് കാണ്ട്. കാ പിടിച്ച് കിടക്കുന്ന നോക്കിയതാ, ഇനി അടുത്തോട്ട് വാ. നോക്കിയതാ, റംബൂട്ടാനാണ്. താണ്ടെ കായോട് കൂടിയിട്ടുള്ള റംബൂട്ടാൻ താണ്ടെ ഡ്രമ്മിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ അടിപൊളി പ്ലാന്റ്. അടുത്തെന്ന് പറഞ്ഞാൽ ചൈന ഡോളാണ്. ചൈന ഡോൾ വലിയ മരവേ, വലിയ പ്ലാന്റ്. ചൈന ഡോൾ താണ്ടെ ഓരോന്ന് താണ്ടെ കോമരം പോലെ പോകുന്ന നോക്കിയതാ അടിപൊളിയല്ലേ, അടിപൊളി പ്ലാന്റ്. വലിയ മരങ്ങൾ തിരക്കി കിടക്കുന്നത് ഇതേപോലെയുള്ള പ്ലാന്റുകൾ നമുക്ക് എത്തിച്ചു തരാനായിട്ട് പറ്റും. താണ്ടെ ഓരോ കമ്പിയിലും വെച്ചാൽ കെട്ടിയാൽ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തേക്കുന്ന പ്ലാന്റ് ആണ്. അന്നേരം ഇതും കൂടെ ഒക്കെ വന്നു കഴിയുമ്പോഴാണ് നല്ല കാലക്കനായിട്ട് പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വയ്ക്കും. ഓക്കെ, അടുത്ത ടെർമിനാലിയാണ്. ടെർമിനാലിയുടെ വൈറ്റ്, ഇത് പാർക്കിലേക്ക് വേണ്ടി ഒരു പാർട്ടിക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവന്നതാണ്. നല്ല വലിയ പ്ലാന്റ്. അതേപോലെ തന്നെ ഇത് ഫിംഗർ പാമ്പിൻ്റെ വലിയ പ്ലാന്റ്, ചൈന പ്ലാന്റ് ആണ്. അന്നേരം അത് കണ്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നേരം താണ്ട് ചൈന ഇത് ടെർമിനാലിയ വൈറ്റ് വേരിയേറ്റഡ്, അന്നേരം ഇതിനെ ചരിച്ച് വെച്ച് കൊടുക്കുക. ഓക്കെ, വർക്ക് സൈഡിലേക്കുള്ളതാണ്. ഏതാണ്ട് ക്രോട്ടൺ വെറൈറ്റി. അതേപോലെ തന്നെ താണ്ട് ടെർമിനാലിയ, താണ്ട് ഈ ചാമ്പ, വലിയ ചാമ്പ, നല്ല ഹൈറ്റിലുള്ള നമ്മളെ അടിപൊളി വെറൈറ്റി ചാമ്പ കേട്ടോ, നല്ല സൈസ് മരം. അടുത്ത ഫസ്റ്റ് മരമേ ഇറങ്ങിയത് ചാമ്പയാണ്. താണ്ടെ അടുത്ത മരം ചാമ്പയാണ്, വലിയ ചാമ്പ, നല്ല സൈസ് പ്ലാന്റ്. താണ്ടെ 6 അടി പൊക്കത്തിലുള്ള നല്ല സുന്ദരമായ പ്ലാന്റ്. തോട്ടെ കണ്ട പിന്നെ അല്ല, ഒരുപാട് പേര് തിരക്കുന്നതാണ് കേട്ടോ. മാമ്പഴത്തിൻ്റെ, അതായത് വലിയ മരത്തിൻ്റെ താഴെ അടിയിലിരുന്ന് ഒന്ന് ഉറങ്ങണം, അല്ലെങ്കിൽ ഒന്ന് കിടക്കണം, ചൂടൊക്കെ അല്ലേ. അന്നേരം താണ്ടെ നല്ല അടിപൊളി മാവ്, മാങ്ങയോട് കൂടി. താണ്ടെ 1, താണ്ടെ 2, 3, 4, ഒരു മരത്തിലാണ് ഈ 4 മാങ്ങ. അതിന് താണ്ടെ ഇതേപോലെ വലിയ മരങ്ങൾ തിരക്കി കിടക്കുന്നവർക്ക് വേണമെങ്കിൽ താണ്ടെ ഭാവിയിൽ ചൂടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് കിടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യും ഇല്ലേ, തണൽ വേണ്ടേ. അന്നേരം അതുപോലെ തന്നെ ലഹരിക്കെതിരെ പിള്ളേരൊക്കെ വളർന്നു വരുന്ന പിള്ളേർക്ക് കുറേ മരങ്ങളുമൊക്കെ കൊടുത്ത് അവരെ അതിനൊക്കെ ഒന്ന് ശീലിപ്പിച്ചെടുത്ത് കൃഷിയിലേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ സമാധാനമായിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം. എന്താ അന്നേരം നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. അന്നേരം അതൊന്ന് ഓർക്കുക. അന്നേരം താണ്ട് ഇതേപോലുള്ള മരങ്ങളിലൊക്കെ വച്ച് വളർത്താനും കൃഷിയിലേക്കൊക്കെ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓക്കെ, അന്നേരം സമയം പോലെ വന്നു കഴിഞ്ഞാൽ ആശ്രാമം മൈതാനമാണ് ലൊക്കേഷൻ. കുറേ വെറൈറ്റി പഴംചെടികളും മാവും പ്ലാവും തെങ്ങും കവുങ്ങും ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. സമയം പോലെ വന്നു കഴിഞ്ഞാൽ വാങ്ങാം. ഓക്കെ, ഒന്ന് ഉറങ്ങട്ടെ. ടാറ്റാ.